സംഘർഷമേഖലയായ സംഭൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാതെ യു.പി. സർക്കാർ ഇന്ന് മീററ്റ് എക്സ്പ്രസിൽ വലിയ പ്രതിരോധം തീർത്തതായിരുന്നു ഇന്നത്തെ വാർത്താ പകൽ കണ്ട മറ്റൊരു വാർത്ത. ദില്ലി അതിർത്തിയിൽ വെച്ച് പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ എന്നിവരുൾപ്പെടുന്ന കോൺഗ്രസ് സംഘത്തെ പോലീസ് തടഞ്ഞു. പോലീസ് വാഹനത്തിൽ രാഹുലിനെ തനിച്ചു പോകാൻ അനുവദിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശവും അംഗീകരിച്ചില്ല. 2 മണിക്കൂറിലധികമാണ് ഗാസിപൂർ അതിർത്തിയിൽ എം.പിമാരെ പോലീസ് തടഞ്ഞുവെച്ചത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും പോരാട്ടം തുടരുമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭൽ സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്നലെ തന്നെ കോൺഗ്രസ് സംഘത്തെ തടയണമെന്ന് സംഭൽ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിരുന്നു. പുലർച്ചെ മുതൽ പ്രധാന ഹൈവേകളിലും ഇടവഴികളിലും പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ദില്ലി യു.പി. അതിർത്തിയിൽ മാത്രം ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് യു.പി. സർക്കാർ വിന്യസിച്ചത്. ഈ മാസം 10-ാം തീയതി വരെ ഷാഹി ജുമാ മസ്ജിദ് പരിസരത്ത് നിരോധനാജ്ഞയുണ്ടെന്നും പുറത്തുനിന്നുള്ള പ്രതിനിധി സംഘങ്ങളെ അനുവദിക്കില്ല എന്നുമാണ് യു.പി. സർക്കാരിന്റെ നിലപാട്. നേരത്തെ സമാജ്വാദി പാർട്ടി, മുസ്ലിം ലീഗ് നേതാക്കളെയും പോലീസ് തടഞ്ഞിരുന്നു. पूरी तैयारी के साथ हम लोग आए हैं। राहुल गांधी जी को लोकतांत्रिक तरीके से यदि उत्तर प्रदेश सरकार की पुलिस उत्तर प्रदेश सरकार के इशारे पर जबरन रोकने का काम करेगी तो हम कांग्रेस पार्टी के कार्यकर्ता चुप बैठने वाले नहीं हैं। हम लोग पुरजोर विरोध करेंगे और राहुल गांधी जी के साथ संभल जाके रहेंगे हम लोग. സംഭലിലേക്കുള്ള ദില്ലി മീററ്റ് എക്സ്പ്രസ് വേയിലെ യു.പി. ഗേറ്റിൽ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായെത്തി. രാവിലെ 10:30 രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം സ്ഥലത്തേക്ക്. പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലേക്ക് കടക്കാൻ അനുമതിയില്ലെന്നും തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങണമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പോലീസിന്റെ നിർദ്ദേശം. 4 പേരെ ഒരു വാഹനത്തിൽ പോകാൻ അനുവദിക്കണമെന്ന ആവശ്യവും പോലീസ് തള്ളി. ഒടുവിൽ ഒറ്റയ്ക്ക് പോലീസ് വാഹനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അനുമതി നൽകാൻ തയ്യാറായില്ല. രണ്ട് മണിക്കൂർ നേരം രാഹുൽ ഗാന്ധിയും സംഘവും റോഡിൽ കാത്തിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒടുവിൽ ഭരണഘടന ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുടെ മുന്നിലേക്ക്. संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है. राहुल जी नेता प्रतिपक्ष हैं, उनके संवैधानिक अधिकार होते हैं, वो बाकी लोगों से अलग होते हैं, उनको रोका नहीं जा सकता. इस तरह से उनका संवैधानिक पद है, संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाएं. പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങൾ ഹനിച്ചുവെന്നും യു.പി. പോലീസിന്റെ നിലപാട് തെറ്റാണെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. 2 മണിക്കൂർ നേരത്തെ തർക്കങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കുമൊടുവിൽ രാഹുൽ മടങ്ങുകയാണെന്ന് അറിയിച്ചു. 5 പേർ കൊല്ലപ്പെട്ട സംഭൽ സംഘർഷത്തിൽ യു.പി. സർക്കാരിന് എന്തൊക്കെയോ ഒളിച്ചുവെക്കാനുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോൾ സംഭൽ സന്ദർശിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.